ജയ് ശ്രീറാം. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. കർക്കിടക മാസത്തോടനുബന്ധിച്ച് നമ്മൾ രാമായണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്കെല്ലാവർക്കും വളരെയധികം വേദനയുണ്ടാക്കുന്ന രംഗങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ദശരഥ മഹാരാജാവ് വളരെയധികം ദുഃഖിതനായിട്ടിരിക്കുന്നു. കൈകേയി ദേവിയുടെ ഓരോ ക്രൂര വാക്കുകളും കേട്ടിട്ട് ദശരഥ മഹാരാജാവ് വളരെയധികം വേദനിച്ചിരിക്കുകയാണ്. പ്രാണൻ വെടിയുന്ന ഒരവസ്ഥയിലിരിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി ഇതൊന്നും അറിയാതെ പട്ടാഭിഷേകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയായിരിക്കും അച്ഛൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ടാണ് അടുത്തെത്തുന്നത്. അപ്പോഴാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഒരുപാട് സ്ഫോടനമുണ്ടായി. പക്ഷെ എന്നിട്ടും അതൊന്നും പുറത്ത് കാണിക്കാതെ ഭഗവാൻ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. കൈകേയി ദേവിക്ക് തിടുക്കമായി. രാമനോട് പറഞ്ഞു, രാമ എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോകണം, നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഭരതനെ എത്രയും പെട്ടെന്ന് ഇവിടെ വിളിക്കുകയും ചെയ്യണം. പക്ഷെ ഭരതൻ വരുമ്പോൾ നീ ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം പറഞ്ഞു. ഇത് കേട്ടപ്പം ഭഗവാൻ എന്തായിരിക്കും വിഷമല്ലേ. നമ്മൾ ചിലപ്പം വിചാരിക്കും ഭഗവാനായതുകൊണ്ട് വിഷമം കാണത്തില്ല. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളെക്കാട്ടി ആത്മാർത്ഥതയും സ്നേഹവും ഭഗവാന് കൂടുതലാണ്. അതും പ്രത്യേകിച്ച് ഭഗവാൻ ഒരു അവതാരം എടുത്ത് വരുമ്പോൾ ഭഗവാൻ ആ ലീലയിലേക്ക് മഗ്നനായി പോകുന്നു. ഭഗവാൻ അഭിനയിക്കുകയല്ല, അനുഭവിക്കുകയാണ് എന്ന് അടിയൻ പറഞ്ഞിരുന്നു അല്ലേ. അതുകൊണ്ട് ഭഗവാന് നമ്മളെക്കാട്ടിയും കൂടുതൽ വിഷമമായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഭഗവാൻ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ, കാരണം ഭഗവാന് വിഷമമായി എന്നറിയുമ്പോൾ ഭഗവാന്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും വിഷമം. അതുകൊണ്ട് ഭഗവാൻ അതിനെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചു. ലക്ഷ്മണസ്വാമിക്ക് ഒരുപാട് ദേഷ്യമായി. ലക്ഷ്മണസ്വാമി പറഞ്ഞു, ആ ദശരഥ മഹാരാജാവിനെ നമുക്ക് കൊല്ലാം, എന്നിട്ട് അങ്ങേ സിംഹാസനത്തിൽ ഇരുത്താം എന്നൊക്കെ പറഞ്ഞു. കൗസല്യാദേവിയും എന്ത് പറയണമെന്ന് അറിയത്തില്ല. എത്രയോ നാള് പുത്രന്മാരൊന്നും ഇല്ലാതെ ഒരു പുത്രനെ ലഭിച്ചതാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു വനവാസം അല്ലെങ്കിൽ മകനിൽ നിന്നുള്ള വിയോഗം എങ്ങനെ സഹിക്കാൻ പറ്റും? പുത്രൻ ഇല്ലാത്തപ്പോൾ ഉണ്ടായിരുന്ന ദുഃഖത്തെക്കാട്ടിയും വലിയ ദുഃഖമാണല്ലോ എന്ന് കൗസല്യാദേവി പറയുകയാണ്. അപ്പോൾ ഭഗവാൻ കൗസല്യാദേവിയെയും ലക്ഷ്മണസ്വാമിയെയും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്, പറയുകയാണ് ഇത് കർത്തവ്യമാണ്, ദൈവനിയോഗമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്തായാലും നമുക്കിനി ചർച്ച തുടരാം മുന്നോട്ട്. അതിനു മുമ്പായിട്ട് ഭഗവാന്റെ ഒരു ഭജൻ കേൾക്കാം. बंदे मन में राम बसावे, मन में राम बसावे। राम नाम के मुक्ति को सुखी नाल बना दे, मन में राम बसावे। पावन करुणा और सदा भोले राम। मन करुणा कर और सदा सुखदाता, सरस सुभाव
पावन रामों से प्रीत लगा ले, मन में राम बसले। आजा राम बोले राम, बोले राम आजा राम बोले राम। क्या है झूठा बंधन, त्याग उसे तू करी। है झूठा बंधन, त्याग उसे तू करी। राम नाम की मुक्ति जगा कर अपना भाग जगा ले, मन में राम बसले। डूब के अपनी निर्मल कर ले काया, राम जरा बोलिया। डूब के अपनी निर्मल कर ले काया, राम प्रीत लगा के मन पार लगा ले, मन में राम बसले। चंद्र कृपालु भजुमन हरण भव भय दारुणम, नव कंज लोचन कंज मुख कर कंज पग कंजारुणम।
रघुपति राघव राजा राम पतित पावन सीताराम 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 പോരല്ലേ? ചിലർ പാടുമ്പോൾ ഒരു രസമില്ല, ഒരു ആത്മാർത്ഥത അതിൽ കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ സത്സംഗത്തിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. കഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरुं वैष्णवांश्च साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितंश्च. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिनिति नामिने. नमाचार्यपादाय निताय कृपप्रदायिने गौरकृतादाय नगरनाथाय. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिसिद्धान्तसरस्वतीति नामिने. श्रीवासवादिनी देवी दयिताय कृपाब्धये कृष्ण संबंध विज्ञानादायिनी प्रभवे नमः. माधुर्योज्ज्वल प्रेमाढ्या श्रीरूपानुगभक्तिदा श्री गौरकरुणा शक्ति विग्रहाय नमोस्तुते. नमस्ते गौरवाणी श्रीमूर्ते देवतारिणे रूपानुगविरदां सिद्धान्तदन्दाय. नमो गौरकिशोराय साक्षात् वैराग्यमूर्ते विप्रलम्बरसाम्भोधे पादाम्बुजायते नमः. नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवराय ते. गौराविर्भावभूमिस्तं निर्देष्टसज्जनप्रिय वैष्णवसर्वभौमा श्रीजगन्नाथाय ते. नमो महावदन्याय कृष्णप्रेमप्रदाय ते. कृष्णाय कृष्णचैतन्य नामिने गौरद्विषे नमः. पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिं. वंशाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते. जयदां सुरदो पङ्गोर्मम मन्दमतेर्गति मत्सर्वस्य पादाम्भोजो राधामदनं. दिव्यद्वृन्दारण्यकल्पद्रुमदा श्रीमद्रत्नागारसिंहासनस्तु श्रीमद्राधा श्रीलगोविन्ददेवो प्रेष्ठानदे सेव्यमानस्मरन्. श्रीमन्रासरसारम्भी वंशीवरत्तरस्थिता कर्षन् वेणुस्वरेण गोपीर्गोपीनाथस्यस्तु. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद.
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम राम हरे मुखं करोति वाचालं पङ्गुं लङ्घयति यत्कृपादमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यं हरि ओं तत्सत्. ചർച്ച തുടരാം. കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ കണ്ടു ശ്രീരാമസ്വാമി ലക്ഷ്മണസ്വാമിയെ ആശ്വസിപ്പിക്കുകയാണ്. പറഞ്ഞു, ഇതെല്ലാം വിധിയുടെ നിയോഗമായിട്ട് നമ്മൾ കാണുക. കൈകയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്, കാരണം കൈക ഒരു നിമിത്തമായതാണ് എന്ന്. അല്ലെങ്കിൽ ഇത്രയും നാളായിട്ടും കൈക എന്നോടോ അച്ഛനോടോ ഒരിക്കലും ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ശ്രീരാമസ്വാമി പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് എന്തായിരിക്കും ഇതിൻ്റെ ഫലം എന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വിധിയുടെ നിയോഗമാണ്. ഇത്ര മനോഹരമായിട്ട് ഒരു കാര്യം പറയാം ഭഗവാനല്ലേ. അതായത് നമ്മൾ വളരെ നിസ്സഹായ അവസ്ഥയിലിരിക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോവേണ്ടത്, അതുകൂടാതെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് വിധിയുടെ കളിയാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, ഒരു മനുഷ്യൻ എങ്ങനെയാണ് വിധിയെ തടുക്കാൻ കഴിയുക? സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ലാഭം നഷ്ടം ജനനം മരണം ഇതെല്ലാം വിധിയുടെ നിയോഗം അനുസരിച്ചാണ് നടക്കുന്നത്. ആർക്കും അത് അകറ്റാൻ കഴിയില്ല, ആർക്കും വിധിയെ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല. നന്നായിട്ട് വിദഗ്ധമായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്താലും അത് തകരാറിലാവും. ഭഗവാൻ ചിരിച്ചു ലക്ഷ്മണനെ നോക്കി. എന്നിട്ട് രാമൻ അറിയാമായിരുന്നു ഇത് ലക്ഷ്മണന് രാമനോടുള്ള സ്നേഹമാണ് വാക്കുകളിലൂടെ വന്നു. പറഞ്ഞു, നീ ഒട്ടും വിഷമിക്കരുത്, നമുക്ക് അകറ്റാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ദശരഥ മഹാരാജാവിനെയോ കൈകേയിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കെല്ലാം അപ്പുറത്തായിട്ടുള്ള ഒരു വിധിയുടെ ശക്തിയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാമന്റെ പട്ടാഭിഷേകത്തിന് വേണ്ടി കൊണ്ടുവന്ന ആ ജലത്തെ ഭഗവാൻ ആ തപസ്യായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി, അതിനുവേണ്ടി ആ ഒരു വ്രതത്ത് എടുക്കുന്നതിന് മുമ്പായിട്ടുള്ള സ്നാനത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഭഗവാൻ ലക്ഷ്മണസ്വാമിയെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയ ലക്ഷ്മണ, ഞാനിനി ഇവിടുന്ന് പോവുകയാണ്, ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞു. ലക്ഷ്മണസ്വാമി തലകുനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, രാമൻ്റെ വാക്കുകളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്. ലക്ഷ്മണസ്വാമിയുടെ ഉള്ളിൽ ദുഃഖവും ഇനി രാമൻ വനവാസത്തിന് പോകുന്ന ആ ചിന്തകളും ഇങ്ങനെ വരികയാണ്. പക്ഷെ അതേസമയത്ത് ഉള്ളിലൊരു സന്തോഷമുണ്ട്. ഇത്രയൊക്കെ വിപരീത സാഹചര്യത്തിലും രാമൻ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നല്ലോ. പക്ഷെ എന്നാലും ലക്ഷ്മണസ്വാമിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സ്വീകരിക്കാൻ പറ്റുന്നില്ല രാമൻ വനവാസത്തിന് പോകുന്നത് ഉചിതമാണെന്ന്. ലക്ഷ്മണസ്വാമി ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പാമ്പിനെ പോലെയായിരുന്നു. മുഖം കണ്ടു കഴിഞ്ഞാൽ നല്ല ക്രോധത്തിലിരിക്കുന്ന ഒരു സിംഹത്തെ പോലെയായിരുന്നു. ആർക്കും ലക്ഷ്മണസ്വാമിയുടെ മുഖത്ത് നോക്കാൻ ധൈര്യം വന്നില്ല. തലയും കൈകളൊക്കെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷ്മണസ്വാമി രാമനോട് പറഞ്ഞു, അങ്ങ് ധർമ്മത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതും അങ്ങയുടെ ആ ധർമ്മനിഷ്ഠത അതുല്യമാണ്. രാമ,
പക്ഷെ ഇതിൻ്റെ ഫലം എന്താകുമെന്ന് രാമൻ നന്നായിട്ട് ആലോചിക്കണം. ആ ക്രൂരയായിട്ടുള്ള ആ ദമ്പതികളുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നതിലൂടെ അങ്ങ് ചെയ്യുന്ന പ്രവൃത്തി എല്ലാവരും നിന്ദിക്കും. എനിക്ക് അത്ഭുതം തോന്നുകയാണ്, അച്ഛൻ്റെയും കൈകയുടെയും വാക്കുകളിൽ അങ്ങേക്കൊരു ദുരുദ്ദേശം തോന്നില്ലേ? ഇനി ഇങ്ങനെയുള്ള ഒരു വരം ദശരഥ മഹാരാജാവ് കൈകയ്ക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് കൈകി എന്തുകൊണ്ട് അതിൽ ചോദിച്ചില്ല? ലക്ഷ്മണസ്വാമി പറഞ്ഞു, ഇത് ദശരഥ മഹാരാജാവും കൈകയായിട്ടുള്ള എന്തോ ഗൂഢാലോചനയാണ് പറഞ്ഞു. ദശരഥ മഹാരാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാമത്താൽ. അതുകൊണ്ടാണ് കൈകയോട് ചേർന്ന് ഇങ്ങനെയുള്ള ഒരു ക്രൂര പദ്ധതി ആസൂത്രണം ചെയ്തത്, ധർമ്മത്തിന് വിരുദ്ധമായിട്ട്. അതുകൊണ്ട് രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കേണ്ട സമയമാണിത്. എന്നോട് ക്ഷമിക്കണം രാഘവ, പക്ഷെ എനിക്കിത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇത്രയും ഒരു തെറ്റായിട്ടുള്ള ഒരു വിധിയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ വിധിയാണ് സർവശക്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ പറയുന്നു, ലക്ഷ്മണസ്വാമി വളരെ വീരയോദ്ധാവാണ്. ലക്ഷ്മണസ്വാമി ചിന്തിക്കുകയായിരുന്നു, നിസ്സഹായനായിട്ട് നമ്മൾ വിധിയെ സ്വീകരിക്കേണ്ട ആവശ്യം എന്താണ്? ഭീരുക്കളും ശക്തിയില്ലാത്തവരുമാണ് വിധിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. ലക്ഷ്മണസ്വാമി പറഞ്ഞു, നമ്മുടെ മനസ്സെപ്പോഴും ഉറച്ചു നിൽക്കണം. മനസ്സുറച്ചു നിൽക്കുന്നവർ ഒരിക്കലും നിരാശരാകില്ല. അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതാകുമ്പോൾ അവർ പ്രതീക്ഷകൾ വിടത്തില്ല. അവർ അവരുടെ പരമാവധി ശക്തി ഉപയോഗിക്കും ആ ഒരു കാര്യത്തിന് വേണ്ടി. എന്നിട്ട് ലക്ഷ്മണസ്വാമി വില്ലും മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന് അയോധ്യയിലെ ആ സൈന്യത്തിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ്. ദേവന്മാർ എല്ലാവരും ഒത്തൊരുമിച്ച് അയോധ്യാധിപതിയുടെ കൂട്ടത്തിൽ നിന്നാൽ പോലും എന്നെ അവർക്ക് തടയാൻ കഴിയില്ല. ഇന്ന് എന്തായാലും അങ്ങയുടെ പട്ടാഭിഷേകം നടന്നേ പറ്റും. ആരൊക്കെയാണോ അങ്ങയുടെ വനവാസത്തിന് കൂട്ടുനിൽക്കുന്നത് അവരുടെ എല്ലാം പ്രാണൻ വെടിയേണ്ടി വരും. അവരെല്ലാം വനത്തിൽ പോകേണ്ടി വരും. അച്ഛൻ്റെയും കൈകയുടെ എല്ലാ പദ്ധതികളും ഞാൻ തകർക്കാൻ പോവുകയാണ്. ആരെങ്കിലും എനിക്കെതിരെ നിൽക്കുകയാണെങ്കിൽ വിധിക്ക് പോലും അവരെ രക്ഷിക്കാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞിട്ട് ലക്ഷ്മണസ്വാമി അരയിലിരുന്ന വാളെടുത്തിട്ട് ഇങ്ങനെ വീശാൻ തുടങ്ങി. ലക്ഷ്മണസ്വാമിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണസ്വാമി ചിന്തിക്കുകയാണ്, രാമൻ വനവാസത്തിന് പോകേണ്ട സമയമായിട്ടില്ല. അദ്ദേഹം എന്തായാലും ആയിരക്കണക്കിന് വർഷങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത്, ഭരണം ഏറ്റെടുക്കേണ്ടത്. എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ മക്കൾ സിംഹാസനത്തിൽ ഇരിക്കാൻ പ്രാപ്തരാകുന്നത് അപ്പോഴായിരിക്കണം രാമൻ വനവാസത്തിൽ പോകുന്നത്. ലക്ഷ്മണസ്വാമിയുടെ വാക്കുകൾ വളരെ ശക്തമായിക്കൊണ്ടേയിരുന്നു. ഈ ഭൂമിയെ മുഴുവൻ ഭസ്മമാക്കുന്ന രീതിയിലായിരുന്നു ലക്ഷ്മണസ്വാമിയുടെ ദേഷ്യം. ഇനി അച്ഛൻ്റെ വാക്ക് തെറ്റിക്കുന്നതിലൂടെ അങ്ങേക്ക് പാപം ലഭിക്കുമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചും അങ്ങ് ചിന്തിക്കേണ്ട. ഞാൻ സ്വയം അങ്ങേക്ക് കാവലായിട്ട് നിൽക്കാം. അങ്ങ് രാജ്യം സ്വീകരിക്കുന്നതിനെതിരായിട്ട് വരുന്ന എല്ലാ ആപത്തുകളെയും വിപത്തുകളെയും ഞാൻ തരണം ചെയ്യും. അതുകൊണ്ട് അങ്ങ് അനുമതി നൽകണം അങ്ങയുടെ പട്ടാഭിഷേകത്തിനായിട്ട്. ഞാൻ ഒറ്റയ്ക്ക് മതി എല്ലാ തടസ്സങ്ങളെയും നീക്കാൻ. ഈ കൈകൾ എനിക്ക് വെറും അലങ്കാരങ്ങൾ മാത്രമല്ല, പിന്നെ ഈ വില്ലെന്ന് പറയുന്നത് എനിക്കൊരു ആഭരണമല്ല. ഈ വാളും ഈ അസ്ത്രങ്ങളുടെ ആവനാഴിയും ഇതൊന്നും കാണാൻ വേണ്ടി വെച്ചിട്ടുള്ളതല്ല. അങ്ങ് ഇന്ന് കാണും നേരിട്ട് ഞാൻ എങ്ങനെയാണ് ശരവർഷം പോലെ ഞാൻ അസ്ത്രങ്ങൾ അയക്കുന്നത്. എൻ്റെ വാളിൻ്റെ മൂർച്ച അങ്ങ് ഇന്ന് നേരിട്ട് കാണും.
ഇടിവെട്ടുന്ന പോലെ എനിക്കെതിരെ നിൽക്കുന്ന എല്ലാവരുടെയും കൈയും കാലും ഞാൻ വെട്ടും. ഈ ഭൂമി മുഴുവൻ കൈകാലുകളും തലകളും കൊണ്ട് നിറയും. ഞാൻ ക്രോധത്താൽ ആയുധം ഉയർത്തിപ്പിടിച്ച് നിന്നു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ നിന്നും ഏതെങ്കിലും യോദ്ധാവിന് ജീവനോടെ പോകാൻ കഴിയും? ഇന്ന് രാജാവിൻ്റെ നിസ്സഹായത ഞാൻ എല്ലാവരുടെ മുമ്പിലും പ്രകടമാക്കും. അങ്ങയുടെ ആധിപത്യവും ഞാൻ സ്ഥാപിക്കും. അങ്ങ് പറഞ്ഞാൽ മാത്രം മതി ആരെയാണ് വധിക്കേണ്ടത്. ഉടൻ തന്നെ അത് നടക്കുന്നതായിരിക്കും. അങ്ങ് എനിക്ക് പറഞ്ഞു നൽകും, അങ്ങയുടെ ഈ സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അങ്ങ് ഈ വംശത്തിൻ്റെ അഭിമാനമാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നു. ലക്ഷ്മണസ്വാമി ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിലും ലക്ഷ്മണസ്വാമി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീരാമസ്വാമി ലക്ഷ്മണസ്വാമിയുടെ ആ കണ്ണീര് തുടയ്ക്കുകയാണ്. രാമൻ അറിയായിരുന്നു ലക്ഷ്മണൻ രാമനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞാലും രാമൻ പറയാതെ ലക്ഷ്മണൻ ഒന്നും ചെയ്യത്തില്ല എന്നറിയാം. ലക്ഷ്മണസ്വാമിക്ക് ഇതും അറിയാം രാമൻ ഒരിക്കലും ഇങ്ങനെയുള്ള അധർമ്മം ചെയ്യത്തില്ലെന്ന്. പക്ഷെ എന്നാലും ആ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ലക്ഷ്മണസ്വാമി പറയുകയാണ്. ഉള്ളിലുള്ള ആ ശക്തമായിട്ടുള്ള ആ വികാരത്തെ പ്രകടിപ്പിക്കുകയാണ്. ലക്ഷ്മണസ്വാമിയുടെ ആ മനസ്സ് രാമന് മനസ്സിലായി. ഭഗവാൻ ആശ്വസിപ്പിക്കുകയാണ്. വത്സ ലക്ഷ്മണ, ഞാൻ എപ്പോഴും എൻ്റെ മുതിർന്നവരുടെ വാക്കുകൾ ലംഘിക്കാറില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ധർമ്മം. അതുകൊണ്ട് നിൻ്റെ ദുഃഖത്തെയും ക്രോധത്തെയും നിയന്ത്രിക്കുക. അതായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കൗസല്യാദേവിക്ക് മനസ്സിലായി രാമൻ ഒട്ടും ഉറച്ച തീരുമാനത്തിൽ നിന്നും പിന്മാറത്തില്ല. അച്ഛൻ്റെ നിർദ്ദേശം എന്തായാലും പാലിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ്. അപ്പോഴേക്കും കൗസല്യാദേവിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി. കൗസല്യാദേവിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു? രാമൻ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട മകനാണ്. ഇപ്പോൾ ഏറ്റവും ഭയപ്പെടുത്തുന്ന വനത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഏറ്റവും പുണ്യാത്മാവായ രാമൻ, ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഈ കുട്ടി എങ്ങനെയാണ് ഇത്രയും ഭയപ്പെടുത്തുന്ന ആരുടെയും ജീവൻ ആപത്തുള്ള ആ ഒരു വനത്തിൽ കഴിയുക? ഇവിടെ കൗസല്യാദേവി ചിന്തിക്കുകയാണ്, വിധി മഹാശക്തം തന്നെ. അല്ലെങ്കിൽ പിന്നെ രാമനെ പോലുള്ളൊരു വ്യക്തി വനത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ? കൗസല്യാദേവി ദുഃഖം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ദേവി മകൻ്റെ തലയിൽ ഇങ്ങനെ തടവി. ദേവി പറയുകയാണ്, പശുക്കുട്ടി എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പശുവും പുറകെ പോകും. അതേപോലെ രാമ, നീ എവിടെയൊക്കെ പോകുന്നു, നിന്നിൽ നിന്നുള്ള വിരഹത്താൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ വിരഹം എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാനും നിൻ്റെ കൂട്ടത്തിൽ വരും. ഉടൻ തന്നെ രാമൻ കൗസല്യാദേവിയോട് പറഞ്ഞു, കൈകേയി ദേവി നമ്മുടെ അച്ഛനെ പറ്റിച്ചു. അത് കൂടാതെ ഞാനും വനത്തിൽ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ അച്ഛന് ആ ദുഃഖം താങ്ങാൻ കഴിയില്ല. കൗസല്യ അമ്മയും കൂടെ അച്ഛനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ക്രൂര പ്രവൃത്തിയാണ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അത് എപ്പോഴും നിന്ദനീയമാണ്. രാജാവ് ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് വേണ്ടി അമ്മ സേവനം ചെയ്യണം. അത് തന്നെയാണ് ഏറ്റവും വലിയ കർത്തവ്യം. വിവാഹിതയായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് തന്നെയാണ് ദൈവം, ഭർത്താവ് തന്നെയാണ് എല്ലാം. ഭഗവാൻ അറിയാമായിരുന്നു കൗസല്യാദേവിക്ക് എല്ലാവിധ ധാർമ്മിക മൂല്യങ്ങളും അറിയാമെന്ന്. അതുകൊണ്ട് ഒരിക്കലും ദേവി അങ്ങനെയുള്ള അധർമ്മം ചെയ്യത്തില്ലെന്ന്. പക്ഷെ ഈ വാക്കുകൾ ശ്രീരാമസ്വാമി പറഞ്ഞത് ദേവിക്ക്
ആ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. ദേവി ശാന്തയായിട്ട് അതെല്ലാം കേട്ടു. എന്നിട്ട് ഭഗവാൻ ശാസ്ത്രങ്ങളിൽ നിന്നുള്ള ചില ശ്ലോകങ്ങൾ ഉദ്ധരിച്ചു. ഭർത്താവിനോടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റാത്ത സ്ത്രീകൾക്ക് അവരുടെ വിധി എന്തായിരിക്കും? എത്ര വ്രതങ്ങൾ അനുഷ്ഠിച്ചാലും ആ ഒരു പാപം അവരിൽ നിന്ന് വിട്ടുപോകത്തില്ല. അതിൻ്റെ പാപം പ്രതികരണങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതേ സമയത്ത് ആരാണോ ഭർത്താവിൻ്റെ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നോക്കുന്നത്, ധാർമ്മിക മൂല്യങ്ങൾ അറിയത്തില്ലെങ്കിലും ആ ഭാര്യ സ്വർഗലോകത്തേക്ക് പോകും എന്നാണ്. രാമൻ കൈകൂപ്പി. അതുകൊണ്ട് മഹാറാണി എപ്പോഴും അച്ഛൻ്റെ സേവനം ചെയ്യൂ. അദ്ദേഹത്തിന് ഞാൻ പോകുന്നതിൻ്റെ ആ ദുഃഖത്തിൽ നിന്നും അദ്ദേഹത്തെ സമാധാനിപ്പിക്കും. ഞാൻ തിരിച്ചു വരുന്നവരെ അമ്മയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ രാജാവാകും. അമ്മയുടെ സേവനങ്ങൾ ഞാൻ ചെയ്യും. അതിലൂടെ അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും. അന്നേരം തിരിച്ചു വന്നിട്ട് രാജാവാകും എന്ന രാമൻ്റെ വാക്ക് കേട്ടപ്പോൾ 14 വർഷം രാമനിൽ നിന്ന് പിരിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ദുഃഖം കൗസല്യാദേവിക്ക് കുറച്ച് അകറ്റാൻ പറ്റി. അപ്പോൾ കൗസല്യാദേവിക്ക് മനസ്സിലായി രാമൻ എന്തൊക്കെയോ പദ്ധതികൾ ഉള്ളിൽ കാണും. അങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ചൊരു സമാധാനം കൗസല്യാദേവിക്ക് ലഭിച്ചു. പക്ഷെ എന്നാലും കണ്ണീര് കാരണം ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ കൗസല്യാദേവി പറഞ്ഞു, എങ്കിൽ മോൻ പോയിട്ട് വരൂ എൻ്റെ വീരപുത്ര. എന്നും നിനക്ക് നന്മയുണ്ടാകട്ടെ. എൻ്റെ ഈ ദുഃഖം നീ വനത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മാത്രമേ എൻ്റെ ദുഃഖം അകലുകയുള്ളൂ. ഇപ്പോൾ തന്നെ ആ നിമിഷമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് സ്ഥിരബുദ്ധിയോടുകൂടി രാമ നീ പോകൂ. ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കൂ. നിൻ്റെ അച്ഛനോടുള്ള കടമകളെല്ലാം നിറവേറ്റൂ. ഇപ്പോഴും ദുഃഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല കൗസല്യാദേവി. ദേവന്മാരെല്ലാം ആരാധിക്കാൻ തുടങ്ങി. മകന് വേണ്ടിയുള്ള അനുഗ്രഹത്തിനായിട്ട് എല്ലാ പ്രധാനപ്പെട്ട ദേവന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ രാമനെ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന്. എന്നിട്ട് ആ ഓരോ ദേവന്മാർക്കും വേണ്ടിയും ഹോമകുണ്ഡത്തിൽ നെയ്യ് സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമസ്വാമി കൗസല്യാദേവിയുടെ മുമ്പിൽ വണങ്ങി കുറേ നേരം കാല് തൊട്ട് ഇങ്ങനെ നമസ്കരിച്ചു. അപ്പോഴും ദേവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാമനെ മുറുകെ കെട്ടിപ്പിടിച്ചു. കൗസല്യാദേവി പറഞ്ഞു, സമാധാനമായിട്ട് പോകും മോനെ. എന്നിട്ട് നിന്റെ ഉദ്ദേശം സഫലീകരിച്ചു വരും. ആ ചക്രവാളത്തിൽ നിന്നും ചന്ദ്രൻ ഉദിക്കുന്ന പോലെ നീ എപ്പോഴാണോ തിരിച്ചു വരുന്നത് അപ്പോഴായിരിക്കും എൻ്റെ എല്ലാ വിഷമങ്ങളും തീരുന്നത്. നീ നിൻ്റെ അച്ഛൻ ഇരിക്കുന്ന ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ കിരീടമൊക്കെ ധരിച്ച് ആ രാജകീയ വേഷം ധരിച്ചിരിക്കുമ്പോഴായിരിക്കും എൻ്റെ ഹൃദയം സംതൃപ്തമാകുന്നത്. എല്ലാ ദേവന്മാരും നിന്നെ സംരക്ഷിക്കട്ടെ ആ ഘോരവനത്തിൽ. രാഘവ, നിനക്ക് എല്ലാ നന്മകളും വരട്ടെ. നീ എന്നാൽ ഇറങ്ങിക്കോളും പറഞ്ഞു. അങ്ങനെ ശ്രീരാമസ്വാമി കൗസല്യാദേവിയുടെ ആ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിയാണ്. ഇറങ്ങുമ്പോഴും പുറകെ വരികയാണ് കൗസല്യാദേവി. ആ ഭവനത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ദുഃഖം ഭഗവാനുണ്ടായിരുന്നു. ലക്ഷ്മണസ്വാമിയും രാമൻ്റെ ആ തീരുമാനത്തിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇനി അടുത്ത
രാമൻ നേരിടാൻ പോകുന്ന അടുത്ത പരീക്ഷണം സീതാദേവിയായിട്ടുള്ള സംഭവമാണ്. ശ്രീരാമസ്വാമി അടുത്തത് രാമന്റെ സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. എല്ലാ ബ്രാഹ്മണരും ഭഗവാന് വേണ്ടി സ്തുതികൾ പാടുകയാണ്. സീതാദേവി ഇതുവരെ ഈ വാർത്ത അറിഞ്ഞിട്ടില്ല, രാമന്റെ വനവാസത്തെക്കുറിച്ച്. രാമന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം പട്ടാഭിഷേകം ഇനി നടക്കണ്ടേ, അതിനു വേണ്ടി പോയതല്ലേ. ദേവിയുടെ മനസ്സ് മൊത്തം ആ പട്ടാഭിഷേകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പെട്ടെന്ന് രാമൻ മുറിയിലേക്ക് വന്നപ്പോൾ ദേവി ചാടി എഴുന്നേറ്റു. രാമൻ ലക്ഷ്മണസ്വാമിയെ പുറത്ത് നിർത്തി സീതാദേവിയായിട്ട് സംസാരിക്കാനായിട്ട് അകത്ത് വന്നിരിക്കുകയാണ്. ഭഗവാൻ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് സീതാദേവിയുടെ അടുത്ത് ഈ വാക്ക് പറയേണ്ടത്. മനസ്സിനെ പല രീതിയിലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആദ്യമായിട്ട് മുഖത്തെ ഭാവം മാറുകയാണ്, തല താഴുകയാണ്. ഇത്രയും നേരം ഉള്ളിലെ ആ ദുഃഖങ്ങളെല്ലാം ഒതുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഭാര്യ സീതാദേവിയുടെ, അതായത് സീതാദേവിയുടെ മുമ്പിൽ ഉള്ളിൽ പിന്നെ അവിടെ ഒന്നും മറക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഒരു ഭാര്യ ഭർത്താവിൻ്റെ ബന്ധം. ആലോചിച്ചു, സ്വന്തം അമ്മയുടെ മുമ്പിൽ പോലും ഈ ദുഃഖം കാണിച്ചില്ല. ഈ ലോകത്തുള്ള എല്ലാവരുടെ മുമ്പിലും ആ ദുഃഖത്തെ ഒതുക്കി പിടിച്ചു. പ്രിയ ലക്ഷ്മണന്റെ മുമ്പിൽ പോലും രാമൻ ആ ദുഃഖം കാണിച്ചില്ല. പക്ഷേ സീതാദേവിയുടെ മുമ്പിൽ വന്നപ്പോൾ ഭഗവാന്റെ ഉള്ളിലെ ആ ദുഃഖം എല്ലാം പുറത്തു വരികയാണ്. സീതാദേവി അത്ഭുതപ്പെട്ടു ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ. മോഹമൊക്കെ വാടി, ദേഹം മുഴുവൻ വേർതിരിക്കുന്നു. അപ്പം സീതാദേവി ചോദിച്ചു, സ്വാമി എന്ത് പറ്റി? എന്താണ് അങ്ങയെ വേദനിപ്പിക്കുന്നത്? ഇന്ന് ഏറ്റവും ശുഭമായിട്ടുള്ളൊരു ദിവസമല്ലേ, പട്ടാഭിഷേകത്തിൻ്റെ ദിവസമല്ലേ? പക്ഷെ അങ്ങയുടെ ഉള്ളിൽ എന്തോ ഒരു ദുഃഖം കയറിയിരിക്കുന്നു. എന്താണ് പറയൂ? അങ്ങയുടെ കൂട്ടത്തിൽ എന്താ മറ്റ് സേവകരില്ലാത്തത്? അങ്ങ് എപ്പോഴും അങ്ങ് നടക്കുമ്പോൾ അങ്ങയുടെ ശിരസിന് മേൽ ആ വെളുത്ത കുടയുണ്ടല്ലോ, അതെന്താ ഇല്ലാത്തത്? രാജകീയ വേഷമൊന്നും അങ്ങ് ധരിക്കാത്ത എന്താണ്? ചന്ദനത്തിൻ്റെ അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത എന്താണ്? അതൊക്കെ പട്ടാഭിഷേകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളല്ലേ? രാജാവ് എവിടെ? മന്ത്രിമാരെവിടെ? എന്താണ് സംഭവിക്കുന്നത്? സീതാദേവി വിഷമിപ്പിക്കാതിരിക്കാൻ വീണ്ടും രാമൻ മനസ്സ് നിയന്ത്രിക്കുകയാണ്. എന്നിട്ട് സീതാദേവിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എൻ്റെ ആരാധ്യനായ എൻ്റെ അച്ഛൻ എന്നോട് 14 വർഷം വനവാസത്തിന് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രിയ രാജകുമാരി, കൈകയുടെ ആഗ്രഹപ്രകാരം എൻ്റെ അനുജനായ ഭരതനായിരിക്കും സിംഹാസനത്തിലിരിക്കുന്നത്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പേ കൈകയ്ക്ക് അച്ഛനൊരു വരം നൽകിയിരുന്നു. ഇപ്പോൾ ആ വരത്തിന് ചോദിക്കുകയാണ്. ആ വരത്തിന് പകരമായിട്ട് ചോദിച്ചത് എന്നെ വനത്തിലയക്കാനും ഭരതനെ സിംഹാസനത്തിലിരുത്തുകയാണ്. ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വനത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പോകുന്നതിന് മുമ്പേ നിന്നെ കണ്ട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് വന്നത്. വലിയ കൊടുങ്കാറ്റിൽ വിറയ്ക്കുന്ന ആടുന്ന മരത്തെ പോലെ ദേവി വിറയ്ക്കാൻ തുടങ്ങി. ഇതെങ്ങനെ സത്യമാകും? വളരെയധികം ദുഃഖത്തോടു കൂടി രാം പറയുന്ന വാക്കുകളെ സീതാദേവി കേൾക്കുകയാണ്. ഏറ്റവും സദ്ഗുണസമ്പന്നയായ നാരീരത്നമാണ് നീ. അതുകൊണ്ട് നീ ഉറച്ചു നിൽക്കണം. ഞാനില്ലാത്ത സമയത്ത് വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുക. എപ്പോഴും അനുശാസനത്തോടു കൂടി ഇരിക്കുക. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സേവനങ്ങളൊക്കെ ചെയ്യുക. കാരണം എന്നിൽ നിന്നുള്ള വിരഹം താങ്ങാൻ പറ്റാതെ അവരൊക്കെ വിഷമിച്ചിരിക്കാം. പിന്നെ സുമിത്രാദേവി, കൈകേയി ദേവി, അവരെയും ഒരിക്കലും അവഗണിക്കരുത്. അതുകൂടാതെ ഭരതനെയും ശത്രുഘ്നെയും, എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളാണ്. ഭരതൻ്റെ മുമ്പിൽ ഒരിക്കലും എന്നെ സ്തുതിച്ച് പറയരുത്. കാരണം ശക്തിയും സമ്പത്തുമുള്ള ആണുങ്ങൾക്ക്
മറ്റൊരാളുടെ സ്തുതി കേൾക്കുന്ന ഇഷ്ടമാവത്തില്ല. അതുകൊണ്ട് ഭരതൻ ഇനി രാജാവായിരിക്കും. അതുകൊണ്ട് നീ പറ്റുന്ന രീതിയിൽ ആ രാജാവിന് വേണ്ടി സേവനങ്ങൾ ചെയ്യണം. ഒരു അപരാധങ്ങളും ചെയ്യരുത്. സീതാദേവി സ്തംഭിച്ചുപോയി. ദേവിയുടെ മുഖമൊക്കെ വാടി, വിശ്വസിക്കാൻ പറ്റാതെ ദേവിയുടെ കണ്ണുകളൊക്കെ അങ്ങ് വലുതായി. ദേവിക്ക് മനസ്സിലായി രാമൻ ഒരിക്കലും തമാശയ്ക്ക് പോലും കള്ളത്തരം പറയത്തില്ല. ദേവി ഭയത്തോടു കൂടി കേൾക്കുകയായിരുന്നു. രാമൻ സീതാദേവിയുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. രാമൻ പറഞ്ഞു, സീത, നീ അയോധ്യയിൽ തന്നെ സമാധാനമായിട്ട് എൻ്റെ അച്ഛൻ്റെയും ഭരതൻ്റെയും സംരക്ഷണത്തിൽ കഴിയൂ. എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. രാമൻ ഉടൻ തന്നെ വനവാസത്തിന് വേണ്ടി പോവുകയാണ്. ഇത് കേട്ട ഉടൻ തന്നെ സീതാദേവിയുടെ ഉള്ളിലെ ആ സ്നേഹം ഇങ്ങനെ ചാടി പുറത്തു വരികയാണ്. ദേവിയുടെ മുഖം മൊത്തം ചുമന്നു. ദേഷ്യത്തോടെ പറഞ്ഞു, സ്വാമിക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? നല്ല ശക്തിയും ഉള്ള ക്ഷത്രിയന്മാർക്ക് ചേരുന്ന വാക്കുകളാണോ ഇത്? ആശ്രിതരെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങയുടെ ഉപദേശങ്ങൾ കേൾക്കാൻ യോഗ്യമല്ല. സീതാമയ്യക്ക് ജയ. ദേവി വിചാരിക്കുക, രാമൻ എൻ്റെ ഒരേ ഒരു ആശ്രയമാണ്. ദേവി ആദ്യമായിട്ടാണ് രാമൻ ഭഗവാനും വിചാരിച്ചു ഇതെന്ത് പറ്റി സീതയ്ക്ക്. ദേവി വളരെ ശക്തമായിട്ട് പറഞ്ഞു, പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഇവരാരുമല്ല ആ ഒരു സ്ത്രീയുടെ യഥാർത്ഥ ആശ്രയം. ഒരു പതിവ്രതയായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെയാണ് ഏറ്റവും വലിയ ആശ്രയം. അതുകൊണ്ട് ഭർത്താവിൻ്റെ ആ ഒരു ഭാഗ്യത്തെ ഒരു കാരണവശാലും ആരുമായിട്ടും ഭാര്യ പങ്കുവയ്ക്കത്തില്ല. ദേവി രാമന്റെ മുമ്പിൽ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങി നിന്ന് ദേവി പറയാം, നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളനുസരിച്ച് എൻ്റെ പ്രിയ രാമ, അങ്ങ് വനത്തിൽ പോവുകയാണെങ്കിൽ ഞാനും വനത്തിൽ വരണം. അതാണ് ഒരു ഭാര്യയുടെ കർത്തവ്യം. എനിക്ക് അയോധ്യയിൽ കഴിയാൻ കഴിയില്ല. അങ്ങ് ഇന്ന് വനത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുന്നിൽ സഞ്ചരിക്കും. അങ്ങയ്ക്കെതിരെ വരുന്ന ശക്തമായിട്ടുള്ള പുല്ലുകളും മുള്ളുകളെ എല്ലാം ആദ്യം ഞാനായിരിക്കും നേരിടുന്നത്. ഹരേ കൃഷ്ണ. ഇതുമല്ലേ സീതാദേവി രാമനെ ആശ്വസിപ്പിച്ചു, അങ്ങേക്ക് ധൈര്യമായിട്ട് എന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഞാൻ സന്തോഷത്തോടു കൂടി അങ്ങയുടെ സംരക്ഷണത്തിൽ ഞാൻ കഴിഞ്ഞുകൊള്ളാം. ഈ സമ്പദ് സമൃദ്ധിയോടുകൂടി ഇവിടെ കഴിയുന്നതും സ്വർഗത്തിൽ കഴിയുന്നതിനെക്കാട്ടിയും അങ്ങയുടെ വിരഹത്തിൽ ഇവിടെ ഇത്രയും സമ്പദ് സമൃദ്ധിയിൽ കഴിയുന്നതിനെക്കാട്ടിയും അങ്ങയുടെ കൂട്ടത്തിൽ, അങ്ങയുടെ സംരക്ഷണത്തിൽ എത്ര കഠിനമായിട്ടുള്ള സാഹചര്യത്തെ നേരിടാൻ എനിക്ക് കഴിയും. എന്നിട്ട് ദേവി പറഞ്ഞു, എല്ലാ തരത്തിൽ ഏത് സാഹചര്യത്തിലും ഭർത്താവിൻ്റെ സേവനം ചെയ്യാനുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ ഉപദേശങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങ് ആജ്ഞാപിക്കൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിസുന്ദരമായിട്ടുള്ള ആ വനത്തിൽ അങ്ങയുടെ കൂട്ടത്തിൽ ഞാൻ വളരെയധികം സന്തോഷവതിയായിരിക്കും. പക്ഷെ ദേവിക്ക് വലിയ ദുഃഖമുണ്ട്. അത് പട്ടാഭിഷേകം മുടങ്ങിയതുകൊണ്ടല്ല, എന്തുകൊണ്ട് രാമൻ എന്നെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ക്ഷത്രിയ കുലത്തിൽ ജനിച്ച് ക്ഷത്രാണി ആയതുകൊണ്ട്, ക്ഷത്രിയ പരിശീലനമൊക്കെ ലഭിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ ദേവിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. വീണ്ടും വീണ്ടും ദേവി രാമനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. കുറ്റം പറഞ്ഞാൽ ഒരു
ഒരു പ്രോത്സാഹനം നൽകുകയാണ്, എന്നെയും കൂടെ കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഏത് തരത്തിലുള്ള ആപത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ അങ്ങേക്ക് കഴിവില്ലേ? അങ്ങ് എന്നെ സംരക്ഷിക്കുന്ന പോലെ ഈ ലോകത്ത് ആർക്കാണ് എന്നെ സംരക്ഷിക്കാൻ കഴിയില്ല? അത് അങ്ങയുടെ കർത്തവ്യവും കൂടെ അല്ലേ? അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ അങ്ങയുടെ കൂട്ടത്തിൽ വരികയാണ്. ഇതെന്റെ ഉറച്ച തീരുമാനം. പിന്നെ ദേവിക്ക് ഇവിടെ പറയുന്നു, ദേവിക്ക് വനം ഭയങ്കര ഇഷ്ടമാണ്. ദേവി അപ്പോഴേക്കും ഉള്ളിൽ സങ്കല്പിക്കുകയായിരുന്നു, എത്രയോ നാളായിട്ട് ഞാൻ കൊതിച്ചിരുന്നു രാമനും ഞാനും മാത്രമായിട്ട് കുറച്ചു കാലം നല്ല സുന്ദരമായിട്ടുള്ള പർവ്വതങ്ങളുടെ ഇടയിലും മരങ്ങളുടെ ഇടയിലും സുന്ദര തടാകങ്ങളുടെ ഇടയിലും. ഇപ്പം അതെല്ലാം സഫലമായിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ തപസ്യയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ വനത്തിൽ കഴിയാനും സീതാദേവി തയ്യാറാണ്. പക്ഷെ ഒരു ദിവസം പോലും രാമനില്ലാതെ കൊട്ടാരത്തിൽ കഴിയാൻ ദേവിക്ക് താല്പര്യമില്ല. ദേവി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പറഞ്ഞു, അങ്ങയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഞാൻ വനത്തിലേക്ക് പ്രവേശിക്കും. ഞാൻ എന്നും അങ്ങയുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. എൻ്റെ മനസ്സ് എന്നും അങ്ങയിൽ തന്നെ ആസക്തയാണ്. അങ്ങയിൽ നിന്നും വിരഹം വന്നാൽ എൻ്റെ ഉറച്ച തീരുമാനമാണ്, ഞാൻ മരിക്കും. അതുകൊണ്ട് എന്നെ അങ്ങയുടെ കൂട്ടത്തിൽ കൊണ്ടുപോകണം. ഉടൻ തന്നെ രാമൻ വനത്തിൽ ജീവിക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് രാമൻ ഒട്ടും താല്പര്യമില്ല സീതാദേവിയെ വനത്തിൽ കൊണ്ടുപോകാൻ. വളരെ മധുരമായിട്ടുള്ള വാക്കുകളിലൂടെ സീതാദേവിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ദേവി മുഖം പൊത്തി കരയാൻ തുടങ്ങി. രാമൻ പറഞ്ഞു, എൻ്റെ പ്രിയ സീതയെ, നീ ഇത്രയും ഉയർന്ന കുലത്തിൽ ജനിച്ചവളല്ലേ, എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവളല്ലേ, ആ ധർമ്മത്തെ പാലിക്കൂ. നീ എന്നെ സമാധാനിപ്പിക്കൂ. നീ ഇങ്ങനെ ദുഃഖിക്കുന്ന എനിക്ക് കാണാൻ കഴിയില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് സീത. വനത്തിൽ സന്തോഷം മാത്രമല്ല ഉള്ളത്, ഒരുപാട് ദുഃഖങ്ങളും അവിടെയുണ്ട്. നിന്നെ അവിടെ കൊണ്ടുപോകുന്നതിലൂടെ തന്നെ ഞാൻ നിന്നെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. രാമൻ പറയുന്നു, നായാട്ടിനായിട്ട് എത്രയോ പ്രാവശ്യം ഞാൻ വനത്തിൽ പോയിരിക്കുന്നു. അവിടെ അസംഖ്യം സിംഹങ്ങളുണ്ട്, ഭീകരജീവികളുണ്ട്. അവിടുത്തെ വഴിയൊന്നും നേരെ ചൊവ്വേ നടക്കാൻ പറ്റുന്ന വഴികളല്ല. അവിടെയുള്ള നദികളിൽ മുതലകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭയപ്പെടുത്തുന്ന ഒരുപാട് ജലജീവികളുണ്ട്. കാടുകളൊക്കെ വളരെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ദുർഘടമാണ്. മുൾച്ചെടികൾ ഒരുപാടുണ്ട്. ഒരുപാട് ശരീരത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചെടികളുണ്ട്. അതുകൊണ്ട് യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും. നല്ല മൂർച്ചയുള്ള പുല്ലുകൾ എല്ലായിടത്തും കാണും. അതുകൊണ്ട് ശരീരം മുറിയും. അവിടെ തേളുകൾ കാണും, ചെലന്തികൾ കാണും, കൊതുകുകൾ കാണും. ക്ഷുദ്രജീവികൾ, പാമ്പുകൾ, പല വിഷജന്തുക്കളും കാണും. അവിടെ ശക്തമായിട്ടുള്ള ഇരുട്ടായതുകൊണ്ട് അവിടെ നേരെ ഒന്നും കാണാനും കഴിയില്ല. ശക്തമായിട്ടുള്ള കാറ്റുകൾ എപ്പോഴും വീശിക്കൊണ്ടിരിക്കും. യാത്രക്കാരുടെ മുഖത്തെല്ലാം പൊടി നിറഞ്ഞിരിക്കും എപ്പോഴും. രാമൻ അങ്ങനെ പല രീതിയിലും ആ വനത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സീതാദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മുഴുവൻ ദിവസവും ഭക്ഷണത്തെക്കുറിച്ച് അന്വേഷിച്ച് നടന്നിട്ട് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ വെറും ഇലകൾ കൊണ്ടുള്ള ഒരു മെത്തയുടെ മുകളിൽ നമുക്ക് രാത്രി കിടക്കേണ്ടി വരും. കുളിക്കുന്നതോ സർപ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കുളങ്ങളിൽ. പകലും രാത്രിയും വിശപ്പ് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും.
പക്ഷേ ആ വിശപ്പിനെ അടക്കാൻ ലഭിക്കുന്ന ഭക്ഷണം വളരെ കുറച്ചുമായിരിക്കും. പല പല രോഗത്തിനും ഇരയാകേണ്ടി വരും. മാനസിക സംഘർഷങ്ങൾ നേരിടേണ്ടി വരും. ക്രോധം, അത്യാഗ്രഹം, ഭയം, ഇതിനെല്ലാം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. വനം എന്ന് പറഞ്ഞാൽ എല്ലാ ദുരിതങ്ങളുടെയും ഒരു കേന്ദ്രമാണ്. ഇത്ര ക്ലിയർ ആയിട്ടാണ് ഭഗവാൻ പറയുന്നത്, അല്ലേ? അതുകൊണ്ട് വനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വനത്തിൽ കഴിയാമെന്നുള്ള ആ ചിന്ത അകറ്റും. നിന്നെപ്പോലുള്ള ഒരു സ്ത്രീക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല. പക്ഷെ സീതാദേവിയുടെ തീരുമാനം ഒട്ടും മാറിയില്ല. ദേവി പറഞ്ഞു, ഈ ആപത്തുകളൊക്കെ എനിക്കൊന്നുമല്ല അങ്ങ് എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ. ഏത് തരത്തിലുള്ള ആപത്ത് വന്നാലും അങ്ങ് എൻ്റെ സംരക്ഷണമായിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എന്ത് ഭയമാണുള്ളത്? ദേവേന്ദ്രന് പോലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങ് എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ. പിന്നെ ഈ ജീവികൾ എന്നെ എന്ത് ചെയ്യാനാണ്? പിന്നെ അങ്ങ് എനിക്ക് എപ്പോഴും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഭാര്യ എപ്പോഴും ഭർത്താവിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയ രാമ, ഞാൻ പാതിയായിട്ടല്ലേ? ഭാര്യ എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ പാതിയല്ലേ? അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് അങ്ങയുടെ കൂട്ടത്തിൽ വന്നുകൂടാ? പിന്നെ ആ സമയത്ത് സീതാദേവി ഓർക്കുകയും ചെയ്തു. സീതാദേവി വളരെ ചെറുപ്രായമായിരുന്നപ്പോൾ ഒരു ജ്യോതിഷൻ അവിടെ വന്നിരുന്നു. എന്നിട്ട് ആള് പ്രവചിച്ചിരുന്നു, സീതയ്ക്ക് ഒരു ദിവസം വനത്തിൽ കഴിയേണ്ടി വരും, ഒരു ദിവസം വനത്തിലേക്ക് പോകേണ്ടി വരും. ആ ഒരു സമയം എത്തിയിരിക്കുകയാണ്. വീണ്ടും വീണ്ടും രാമന്റെ മുമ്പിൽ അപേക്ഷിച്ചു, ഇത് എനിക്ക് നല്ലൊരു അവസരമല്ലേ ധർമ്മത്തിൽ സഞ്ചരിക്കാം? ഇതിന് പകരമായിട്ട് ഞാൻ വേറെ ഏത് കാര്യം ഏറ്റെടുത്താലും അത് അധർമ്മമാകത്തില്ലേ? ഭർത്താവല്ലേ ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ദൈവം? അങ്ങനെ ശാസ്ത്രങ്ങളിൽ നിന്ന് കുറെ ശ്ലോകങ്ങൾ ദേവി പറഞ്ഞു. പതിവ്രതയായിട്ടുള്ള ഭാര്യ ജീവിതകാലം മുഴുവൻ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഭർത്താവിൻ്റെ സേവനം ചെയ്യുകയാണെങ്കിൽ ഭർത്താവ് പോകുന്ന അതേ ലോകത്ത് തന്നെ ആ ഭാര്യയ്ക്കും പോകാൻ കഴിയും. ഈ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ, രാമൻ്റെ അടുത്ത് നിൽക്കാം. സീതാദേവി രാമൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വളരെ യാചിക്കുന്ന സ്വരത്തിൽ ദേവി പറഞ്ഞു, അതുകൊണ്ട് രാമ, വീരയോദ്ധാവേ, എന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോകുമോ? ഞാൻ എന്നും അങ്ങയുടെ ദാസിയായിരിക്കും. അങ്ങയുടെ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും അങ്ങയുടെ കൂട്ടത്തിൽ കാണും. അതുകൊണ്ട് അങ്ങ് തീർച്ചയായിട്ടും എന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ വിഷം കുടിച്ച് ചാവും, അല്ലെങ്കിൽ തീയിൽ ചാടും, അല്ലെങ്കിൽ വെള്ളത്തിൽ എന്നെ മുക്കുമെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യും. സീതാദേവിയുടെ ദുഃഖം രാമന് സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ രാമൻ സമ്മതിച്ചില്ല. പല രീതിയിലും ഭഗവാൻ സീതാദേവി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ രാമൻ പറയുന്നതിനനുസരിച്ച് ദേവി കൂടുതൽ കൂടുതൽ ഉറച്ചു പറയാൻ തുടങ്ങി. രാമനിൽ നിന്നുള്ള വിരഹം സഹിക്കാൻ പറ്റാതെ ദേവി അവസാനം രാമനെ കളിയാക്കാൻ തുടങ്ങി. ദേവി പറഞ്ഞു, എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ അച്ഛനായ ജനകൻ ഒരു പെണ്ണുമായിട്ടാണ് എൻ്റെ വിവാഹം നടത്തിയത്. ഒരാണത്തുള്ള ഒരു ആണിനോടല്ല എൻ്റെ വിവാഹം നടത്തിയത്. എനിക്ക് എപ്പോഴാണ് മനസ്സിലാവും. അങ്ങയുടെ അഭാവത്തിൽ ഓരോ ആൾക്കാരുടെ വാക്കുകൾ ഞാൻ എങ്ങനെ സഹിക്കാനാണ്? അവർ പറയും, രാമനിൽ ശക്തിയും വീര്യവും ഒന്നുമില്ല, ഭാര്യയെ സംരക്ഷിക്കാനുള്ള കഴിവൊന്നുമില്ല. ആ ഭയത്താലല്ലേ രാമൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്?
അതുകൊണ്ട് അങ്ങയുടെ ഉള്ളിൽ ഏത് ഭയമാണുള്ളത്? ഏത് ഭയത്താലാണ് അങ്ങിപ്പോൾ എന്നെ ഉപേക്ഷിക്കുന്നത്? മറ്റൊരു ആണിന്റെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള എന്നെ മറ്റൊരാളുടെ സംരക്ഷണത്തിൽ ഇവിടെ വിട്ടിട്ട് എങ്ങനെ അങ്ങേക്ക് പോകാൻ കഴിയും? സീതാ മയ്യാക്കി ജയ. സീതാദേവി വീണ്ടും രാമനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ട് സീതാദേവിക്ക് ഒരു കാരണവശാലും രാമനില്ലാതെ ഇരിക്കാൻ താല്പര്യമില്ല. സ്വർഗമായാലും ശരി, നരകമായാലും ശരി, രാമൻ അടുത്തുണ്ടെങ്കിൽ മാത്രമേ സീതാദേവിക്ക് ഒരു സന്തോഷമുള്ളൂ. ദേവി വളരെ ദേഷ്യത്തോടുകൂടി രാമനെ ഒന്ന് നോക്കി, എന്നിട്ട് യാചിച്ചു, എന്നെ ദയവ് ചെയ്ത് എന്നെ അങ്ങയുടെ കൂട്ടത്തിൽ കൊണ്ടുപോകും. രാമന് കൗസല്യാദേവിയെ സമാധാനിപ്പിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. ലക്ഷ്മണസ്വാമിയെ സമാധാനിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. രാമൻ ശരിക്കും ബുദ്ധിമുട്ടി സീതാദേവിയുടെ മുമ്പിൽ. രാമൻ ഒട്ടും ഇഷ്ടമല്ല സീതാദേവിയെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ. തീർച്ചയായിട്ടും സീതാദേവിയിൽ നിന്നുള്ള വിരഹം രാമനും തോന്നും. പക്ഷെ എന്നാലും ആ വനത്തിലുള്ള ആ ദുഃഖങ്ങളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അതും ആ ഒരു ദുരിതങ്ങളിലൂടെ സീതാദേവി പോകാനും രാമൻ ആഗ്രഹിക്കുന്നില്ല. രാമന്റെ ഹൃദയം പടയാൻ തുടങ്ങി. സീതാദേവി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സീതാദേവി പറഞ്ഞു, രാമ, നീ ഇല്ലെങ്കിൽ സ്വർഗവും എനിക്ക് നരകതുല്യമാണ്. അങ്ങ് എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ നരകം എൻ്റെ പ്രിയപ്പെട്ട സ്ഥലമായിട്ട് മാറും. അങ്ങയോട് ശത്രുത പുലർത്തുന്ന വ്യക്തികളുടെ ഇടയിൽ എനിക്ക് എങ്ങനെയാണ് കഴിയുക? അങ്ങേ വനത്തിൽ അയച്ച ആ വ്യക്തികളുടെ കൂട്ടത്തിൽ എനിക്ക് എങ്ങനെയാണ് താമസിക്കാൻ കഴിയുക? അങ്ങ് എന്നെ ഉപേക്ഷിച്ചിട്ട് വനത്തിൽ പോകുന്നതായിട്ട് ഞാൻ കാണുകയാണെങ്കിൽ ഈ ദിവസം തന്നെ ഞാൻ വിഷം കുടിച്ചു ചാവും. ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ 14 വർഷം ഞാൻ എങ്ങനെയാണ് അങ്ങയുടെ വിരഹത്തിൽ കഴിയുക? ഒന്നുകിൽ എന്നെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ദേഹത്യാഗം ചെയ്യാൻ എന്നെ അനുവദിക്കുക. ഇത് രണ്ടും ഈ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഇപ്പം തന്നെ നടക്കുന്നതായിരിക്കും. പാവം ദേവിയുടെ മുഖം കണ്ണീര് കൊണ്ട് നിറഞ്ഞു. ഒരു നീല താമരയിൽ നിന്നും വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് വീഴുന്നത് പോലെ, നനഞ്ഞ് വെള്ളം വീഴുന്നത് പോലെ ദേവിയുടെ മുഖത്ത് കണ്ണീര് കൊണ്ട് നിറഞ്ഞു. ശ്രീരാമസ്വാമി ദേവിയെ കെട്ടിപ്പിടിച്ചു. ഒരു ദേവിയുടെ കണ്ണീരൊപ്പി. എന്നിട്ടും രാമന് താല്പര്യമില്ല ദേവിയെ കൊണ്ടുപോകാൻ. പക്ഷേ രാമന്റെ വിരഹത്തിൽ ദേവി ദുഃഖിച്ചിരിക്കുന്നതും രാമന് ഇഷ്ടമല്ല. ഏകദേശം ദേവിയുടെ സ്വബോധമെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോഴാണെങ്കിൽ രാമൻ പോയിട്ട് പോലുമില്ല. ഒരു 14 വർഷം സീതാദേവിയുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഭഗവാൻ എങ്ങനെയൊക്കെയോ ഉറപ്പിച്ചു ദേവിയെ കൊണ്ടുപോകാനായിട്ട്. രാമൻ പറഞ്ഞു, നിന്നെ ദുഃഖിപ്പിച്ചിട്ട് എനിക്ക് സ്വർഗം ലഭിച്ചാലും എനിക്ക് സന്തോഷമില്ല. പ്രിയ സീത, നിന്റെ യഥാർത്ഥ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അതുകൂടാതെ വനത്തിൽ താമസിക്കാൻ നിനക്ക് ഭയമാകും, ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിയത്. ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, വിധിയുടെ തീരുമാനം ഇതുതന്നെയാണ്. നീയും എൻ്റെ കൂട്ടത്തിൽ വനത്തിൽ കഴിയണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ രാജകുമാരി വരൂ. ധർമാനുസൃതമായിട്ട് എല്ലാവിധ ആപത്തിൽ നിന്നും ഞാൻ നിന്നെ സംരക്ഷിക്കും. അങ്ങനെ രാമൻ ഉറപ്പിച്ചു വനത്തിൽ പോകാമെന്ന്. 14 വർഷം അവിടെ കഴിയാമെന്ന്. അതുകൊണ്ട് രാമൻ ഒന്നുകൂടെ പറഞ്ഞു, ആലോചിക്കുക, 1-2 ദിവസവും മാസങ്ങളോ അല്ല, ഒരു വർഷമോ അല്ല, 14 വർഷമാണ്. അവിടെ ചെന്നിട്ടിനി തിരിച്ചു വരണം. അതുകൊണ്ട് ഭഗവാൻ എന്തു അല്ലേ,
ഭഗവാൻ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, 14 വർഷങ്ങളാണ്. ഇപ്പം ഭർത്താവിനോട് സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അയ്യോ എനിക്ക് വയ്യായേ എന്ന് പറയുന്നത്. അതുകൊണ്ട് അറിയാലോ സീത, നിനക്കെന്നെ അറിയാലോ, ഞാൻ ഒരിക്കലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിയത്തില്ല. അതുകൊണ്ട് 14 വർഷത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ അച്ഛനമ്മമാരുടെ വാക്കുകളെ പാലിക്കുന്നതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് രാമൻ പറഞ്ഞു, എത്ര നമ്മൾ സത്യസന്ധനായാലും, എത്ര ദാനധർമ്മങ്ങൾ യജ്ഞഹോമാദികൾ ചെയ്താലും സ്വന്തം അച്ഛനും അമ്മയുടെയും സേവനങ്ങൾ ചെയ്യുന്നതിന് തുല്യമാകത്തില്ല. ഇതാണ് യഥാർത്ഥ ധർമ്മം. പുണ്യ വ്യക്തികൾ എപ്പോഴും അച്ഛനമ്മമാരുടെ സേവനങ്ങൾ ചെയ്യും. അതിലൂടെ ദേവന്മാരുടെ ലോകത്തേക്ക് പോകും. അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് തന്നെ ഞാൻ വനത്തിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ കാണുന്നു നീയും ഉറച്ച തീരുമാനത്തിലാണ്. പക്ഷേ നിന്നെ ദുഃഖിപ്പിച്ച് ഇവിടെ നിർത്തേണ്ട എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാം. നമ്മൾ ഒരുമിച്ച് അഘോര വനത്തിൽ തപസ്സുകൾ അനുഷ്ഠിക്കാം. ഞാൻ ഒരുപാട് സംപ്രീതനായി സീത നിന്നിൽ. ഏത് സാഹചര്യത്തിലും എൻ്റെ സേവനം ചെയ്യണം എന്നുള്ള ഉറച്ച തീരുമാനം, നിന്റെ കുലത്തിൻ്റെ ആ പേര് നീ നിലനിർത്തുകയാണ്. ഇതിലൂടെ എൻ്റെ പേരും ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. നിന്റെ എല്ലാവിധ സമ്പത്തുകളും ബ്രാഹ്മണർക്ക് ദാനമായി നൽകൂ. വളരെ ലളിതമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വേറൊരു സാധന സാമഗ്രികളോ ഇല്ലാതെ നമുക്ക് ഇറങ്ങാം എത്രയും പെട്ടെന്ന്. രാമൻ സമ്മതിച്ചു എന്ന് കേട്ടപ്പോൾ സീതാദേവിക്ക് ഈ ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു. താമര വിടർന്നിരിക്കുന്ന പോലെ ദേവിയുടെ മുഖം, ഇത്രയും കരഞ്ഞു വാടിയിരുന്ന മുഖം അങ്ങ് സന്തോഷിച്ചു. രാമൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കാൻ ദേവി ആരംഭിച്ചു. ഒട്ടും ആലോചിക്കാതെ. ഒന്ന് ആലോചിച്ച് നോക്കണം. പൊതുവെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണാഭരണങ്ങൾ, വസ്തുവകകൾ ഒരു ഡബ്ബ അയച്ചു കഴിഞ്ഞാൽ ആ ഡബ്ബയോട് വരെ ആസക്തിയാണുള്ളത്. ഓർമ്മയില്ല, ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നൽകിയ ആ ഡബ്ബ, അത് ഒരു ഹോർലിക്സിൻ്റെ ഡബ്ബയായിരിക്കും. പക്ഷെ എന്നാലും അതിനോട് പോലും അറ്റാച്ച്മെൻറ്റ് വിടത്തില്ല. പക്ഷെ ഇവിടെ ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളും രത്നങ്ങളും എല്ലാം ഒരു നിമിഷം പോലും ചിന്തിക്കാതെ എടുത്തം കൊടുത്തു എന്നുള്ളതാണ് ബ്രാഹ്മണൻ. ഭഗവാൻ പറഞ്ഞു ഇനിയൊന്നും നോക്കണ്ട, അത്രേ ഉള്ളൂ. ഈ സമയത്ത് ഇനി അടുത്ത ആള് ലക്ഷ്മണസ്വാമി ഇത്രയും നേരം അവിടെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്, രാമൻ വരുന്നതും കാത്ത്. രാമൻ പുറത്തു വന്ന ഉടനെ രാമന്റെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് കാലെ മുറുകെ പിടിച്ചു. എന്നിട്ട് കാലെ മുറുകെ ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ മനസ്സ് വനവാസത്തിലേക്ക് ഉറച്ചില്ലേ, എങ്കിൽ ദയവ് ചെയ്ത് എന്നെ കൂടെ കൊണ്ടു. ലക്ഷ്മണസ്വാമിക്ക് ജയ. ഞാൻ ഏറ്റവും മുന്നിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ആപത്തിൽ നിന്ന് അങ്ങേ സംരക്ഷിക്കും. സന്തോഷത്തോടുകൂടി അങ്ങയുടെ കൂട്ടത്തിൽ വനത്തിലൊക്കെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള മൃഗങ്ങളുടെ ശബ്ദമൊക്കെ കേട്ട്, അങ്ങില്ലെങ്കിൽ ഈ ത്രിലോകങ്ങൾ ലഭിച്ചാലും എനിക്കൊരു സന്തോഷം തോന്നത്തില്ല. ലക്ഷ്മണൻ വിചാരിച്ചു രാമൻ പെട്ടെന്ന് സമ്മതിക്കുന്നു. പക്ഷെ രാമൻ പറഞ്ഞു, പ്രിയ ലക്ഷ്മണ, നീ എനിക്ക് എൻ്റെ പ്രാണനെക്കാട്ടിയും പ്രിയപ്പെട്ടവനാണ്. നീ എപ്പോഴും ധർമ്മിഷ്ഠനാണ്, എപ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. നീ എൻ്റെ ഏറ്റവും വലിയ അനുയായിയാണ്. പക്ഷെ നീ എൻ്റെ കൂട്ടത്തിൽ വനത്തിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ അമ്മ സുമിത്രയുടെ സേവനം ചെയ്യാൻ ആരുണ്ട്? എൻ്റെ അമ്മ കൗശല്യയുടെ സേവനം ചെയ്യാൻ ആരുണ്ട്? എന്നിട്ട് രാമന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം നോക്കണേ.
ആ കൈകി നമ്മളോടുള്ള പ്രതികാരം എല്ലാം നമ്മുടെ അമ്മമാരോട് തീർക്കുക. ഒരു സാമ്രാജ്യം ലഭിച്ചു കഴിഞ്ഞാൽ കൈകി എങ്ങനെയായിരിക്കും നമ്മുടെ അമ്മമാരോട് പെരുമാറുന്നത് അറിയത്തില്ല. എന്തെങ്കിലും പറഞ്ഞ് ലക്ഷ്മണസ്വാമി നിർത്താൻ നോക്കുക. ഭരതൻ എപ്പോഴും സ്വന്തം അമ്മയുടെ കാര്യം നോക്കും കൈകി. അതുകൊണ്ട് മറ്റമ്മമാരുടെ കാര്യമെല്ലാം അവഗണിക്കപ്പെടും. അതുകൊണ്ട് ലക്ഷ്മണ, നീ ഇവിടെ നിൽക്കണം, കൗശല്യാദേവിയുടെയും സുമിത്രാദേവിയുടെയും കാര്യം നോക്കണം. അന്നേരം നിനക്ക് എന്നോടുള്ള സ്നേഹം കാണിക്കേണ്ടത് എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരുടെ സേവനം ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് അതിലൂടെ നിനക്ക് ഒരുപാട് പുണ്യം ലഭിക്കും മോനെ ലക്ഷ്മണ. അതുകൊണ്ട് നമ്മുടെ അമ്മമാരും ഒരുപാട് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ലക്ഷ്മണ ഇത് സ്വീകരിക്കാൻ തയ്യാറില്ല. രാമനില്ലാതെ ലക്ഷ്മണൻ എങ്ങനെയാ കഴിയാൻ കഴിയുക? വളരെ മൃദുലമായിട്ടുള്ള സ്വരത്തിൽ ലക്ഷ്മണൻ തർക്കിച്ചു. ശത്രുഘ്നനും ഭരതനും അവര് രാമനോട്, എനിക്ക് അങ്ങയോടുള്ള സ്നേഹം തന്നെ അവർക്കുമുണ്ട്, അതുകൊണ്ട് അങ്ങ് കൂടുതൽ അങ്ങനെ ഒന്നും സംസാരിക്കണം. അതുകൊണ്ട് അവരെന്തായാലും ഒരേപോലെ തന്നെ കൗശല്യാദേവിയും സുമിത്രാദേവിയും നോക്കാം. ലക്ഷ്മണസ്വാമി ഭഗവാനോട് പറയണം, ഇനി അഥവാ അവർ അഹങ്കാരത്തോടോ ധാർഷ്ട്യത്തോടു കൂടി മുതിർന്നവരെ അപമാനിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കുന്നതിൽ നിന്നും ഒട്ടും പിന്തിരിയത്തില്ല. കാരണം ഞാൻ വനത്തിൽ കഴിയുകയാണെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഋഷിമാർ നമ്മളെ അറിയിക്കുന്നത്. ലക്ഷ്മണസ്വാമി നേരത്തെ ഭഗവാൻ അകത്തു പോയപ്പോഴേ ഏതൊക്കെ രീതിയിൽ രാമൻ തടയാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അതൊക്കെ മുൻകൂട്ടി ആലോചിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് ലക്ഷ്മണസ്വാമി നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് ലക്ഷ്മണസ്വാമി പറഞ്ഞു, എന്തായാലും ഞാൻ കൂട്ടത്തിൽ വരുന്നു. വീണ്ടും വീണ്ടും രാമന് ഉറപ്പ് നൽകുകയാണ്. ലക്ഷ്മണൻ വീണ്ടും ഓർമ്മിപ്പിച്ചു, ഇപ്പം തന്നെ ഈ ഒരു അവസ്ഥയിൽ തന്നെ നമ്മുടെ രാജാവ് അച്ഛൻ കൗശല്യാദേവിയും ദേവിയുടെ ആശ്രിതർക്കും സംരക്ഷണം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇനി ഒരു 1000 ഗ്രാമങ്ങളുടെ സമ്പത്ത് കൗശല്യാദേവി സ്വയമാണ് നിയന്ത്രിക്കുന്നത്. അത് വെച്ച് ദേവിക്ക് ആരെ ആശ്രയിക്കാതെ സ്വയം ജീവിക്കാൻ കഴിയും. അതേപോലെ തന്നെ എൻ്റെ അമ്മ സുമിത്രാദേവിയും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്നെ അങ്ങയുടെ ദാസനായിട്ട് കൂട്ടുക, ഇതിൽ ഒരു അധർമ്മവും ഇല്ല. അങ്ങയുടെ മുമ്പിൽ വാളും പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. അങ്ങയ്ക്കും സീതാദേവിക്കും വേണ്ടിയുള്ള ഇതൊന്ന് ആലോചിച്ച് നോക്കണം. സീതാദേവി എന്തായാലും വരുമെന്ന് ലക്ഷ്മണസ്വാമിക്ക് ഉറപ്പായിരുന്നു. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുന്ന സമയത്തും അങ്ങ് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഞാൻ എപ്പോഴും അങ്ങയുടെ അടുത്ത് കാണും. അങ്ങയ്ക്ക് വേണ്ടി ഏത് കാര്യം ചെയ്യണം. രാമൻ ഒരുപാട് സന്തോഷിച്ചു. ലക്ഷ്മണസ്വാമി ആശ്വസിപ്പിച്ചു. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ രാമന് പ്രാണനെക്കാട്ടിയും പ്രിയമാണ്. സത്യം പറഞ്ഞാൽ സീതാദേവിയെ പിരിയുന്നതിൽ ഇത്രയും ദുഃഖം രാമനില്ലായിരുന്നു. യഥാർത്ഥത്തിൽ രാമന് നല്ല വിഷമം ഉണ്ടായിരുന്നു ലക്ഷ്മണനെ പിരിഞ്ഞിരിക്കാൻ. പക്ഷെ ലക്ഷ്മണൻ അതേപോലെ ഉണ്ടോയെന്ന് രാമനൊന്ന് പരീക്ഷിച്ചതാണ്. അപ്പോൾ പേരിന് വേണ്ടി ലക്ഷ്മണനെ ഒന്ന് തടഞ്ഞു. പക്ഷെ ലക്ഷ്മണൻ ഇത്രയും ആ സ്നേഹം കാണിച്ചപ്പോൾ രാമൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം ഒതുക്കാൻ പറ്റിയില്ല. രാമൻ ലക്ഷ്മണന്റെ തോളത്ത് ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, എങ്കിൽ പറയേണ്ടവരടുത്തൊക്കെ പറഞ്ഞിട്ട് വരും, നമുക്ക് എത്രയും പെട്ടെന്ന് എടുത്തു. അന്നേരം ഒന്ന് ആലോചിച്ചോ കൂടെ, സീതാദേവിയെ തടയാൻ വേണ്ടി എന്തൊക്കെ കാരണങ്ങളാണ് ഭഗവാൻ. പക്ഷെ ലക്ഷ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയട്ടെ അല്ലേ, രാമന്റെ പ്രാണനാണ് ലക്ഷ്മണൻ. ഹരേ കൃഷ്ണ. ഇതേപോലൊരു ചേട്ടനും അനുജനും വേറെ ഇല്ല. വേറെ ഉണ്ട്, അടുത്ത ദ്വാപരയുഗം അത് വേറെ ഒരു ചേട്ടനുണ്ട്. അതിൽ കുറച്ച് ഡിപ്ലോമാറ്റിക് റിലേഷനാണ്. ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാണം കൊടുക്കാൻ നിൽക്കുകയാണ്. അടുത്ത അവതാരത്തിൽ ലക്ഷ്മണസ്വാമി ജ്യേഷ്ഠനായിട്ട് വന്നപ്പോ ഇനി
ഇദ്ദേഹത്തെ ഒരു തെറ്റും ചെയ്യാൻ അനുവദിക്കരുത്. ഒരുപാട് ഇദ്ദേഹം സ്വയം വേദനിച്ച് ജീവിച്ചു ഈ ഒരു അവതാരത്തിൽ. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ എല്ലാവരും പറ്റിക്കാൻ നോക്കും, വിഷമിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടം അനുസരിച്ച് ഒന്നും ചെയ്ത് ചേട്ടനായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും ബ്ലോക്ക് ചെയ്യാമല്ലോ. കാരണം കഴിഞ്ഞ അവതാരത്തിൽ ചേട്ടനായിട്ട് വന്നിട്ടാണ് എല്ലാ പണികളും തന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ചേട്ടനാ. അപ്പൊ ലക്ഷ്മണസ്വാമി ചേട്ടനായിട്ടും എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അനുജൻ വളരെ ബുദ്ധിപൂർവം ചേട്ടനെ ഒന്നും അറിയിക്കാതെ എല്ലാം ചെയ്യും. പാവം ചേട്ടനെ എന്തിനാണ് അറിയിച്ച് വിഷമിപ്പിക്കുന്നത് അല്ലേ? ചേട്ടന് വിഷമാവത്തില്ലേ? ചേട്ടന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അനുജൻ ചെയ്താൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ചേട്ടനെ അറിയിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല അനുജൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം സുഭദ്രാദേവി അർജുൻ വിവാഹം കഴിക്കുന്ന രംഗം. പാവം ബലരാമസ്വാമി ദുര്യോധനുമായിട്ടുള്ള വിവാഹം എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അന്നേരം ഭഗവാൻ വിളിച്ചു, മോനെ നിനക്ക് സമ്മതല്ലേ? പിന്നെന്താ, ചേട്ടൻ പറഞ്ഞ അതിനപ്പുറം ഒന്നുമില്ല. എന്നിട്ട് ഭഗവാൻ ബുദ്ധിപൂർവ്വം അർജുനെ നേരത്തെ സെറ്റ് ചെയ്ത്, അർജുന നീ നിന്റെ വനവാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം സന്യാസ വേഷത്തിൽ ദ്വാരകയിൽ വരും. അതെന്തിനാ പോലെ സന്യാസ വേഷത്തിൽ വരും? അതൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നത് കേൾക്കും. എന്നിട്ട് സുഭദ്രാദേവിയെടുത്ത് പറഞ്ഞു, എന്താ വിഷമം? അല്ല ഒന്നുമില്ല ചേട്ടാ. അല്ല നിനക്ക് വിവാഹത്തിന് സമ്മതമല്ലല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലെന്നല്ല, നീ ദ്വാരകയില് നീ ബലരാമന്റെയും കൃഷ്ണന്റെയും സഹോദരിയാണ്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത? ഇങ്ങനെ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്ത് അന്നേരം പിന്നെ എന്താ ചേട്ടാ ചെയ്യേണ്ടത്? നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ? ഇഷ്ടമെന്ന് പറഞ്ഞാ അർജുൻ എങ്ങനെയുണ്ട്? അപ്പോഴേക്കും പറഞ്ഞ സുഭദ്രാദേവിയുടെ ഉള്ളിൽ അർജുനെ കുറിച്ചുള്ള ചിന്തകൾ നിറഞ്ഞു. എന്നിട്ട് സന്യാസി വേഷത്തിൽ വന്നിട്ട് സുഭദ്രാദേവി പറഞ്ഞു അത് അർജുനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ബലരാമനോട് പറഞ്ഞു അവളിപ്പം വിവാഹിത ആകാൻ പോവുകയാണ്, അതുകൊണ്ട് ഒരു സന്യാസിയുടെ സേവനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് നല്ല അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് ബലരാമസ്വാമി പറയും, പിന്നെന്താ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്ത് താമസിക്കേണ്ട, ഉള്ളിൽ തന്നെ താമസിപ്പിക്കും, നമ്മുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ താമസിക്കേണ്ട. എല്ലാ ദിവസവും സുഭദ്ര ആ സന്യാസിയുടെ സേവനങ്ങൾ ചെയ്യട്ടെ. നല്ല ചേട്ടനല്ലേ ഇതേപോലെ ഒരു ചേട്ടൻ? ഹരേ കൃഷ്ണ. എന്നിട്ട് നാളെ വിവാഹം. ഇന്ന് രണ്ടുപേരെ കുഴപ്പത്തിലാക്കിയിട്ട് അപ്പോ രണ്ടുപേരും ഭഗവാനോട് വന്നിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇനി എന്ത് ചെയ്യാനാ? സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴി കണ്ടെത്തും. അല്ല ഈ ദ്വാരക അവരുമായിട്ടൊക്കെ എങ്ങനെ യുദ്ധം ചെയ്യാനാ? ആര് പറഞ്ഞു യുദ്ധം ചെയ്യാൻ? നേരെ മുങ്ങുക, എസ്കേപ്പ്. അതിനുള്ള ലൊക്കേഷൻ എല്ലാം പറഞ്ഞു കൊടുത്തു. നാളെ നീ അമ്പലത്തിൽ പോവുക, അവിടെ അർജുൻ ഒരു രഥമായിട്ട് കാത്തിരുന്നാ നീ. അന്നേരം അർജുൻ പറഞ്ഞു, ഭഗവാൻ എൻ്റെ രഥമൊന്നുമില്ല, ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എൻ്റെ രഥം ഉണ്ടല്ലോ, എടുത്തോണ്ടങ്ങ് പോവുക. അയ്യോ നാരായണ. സൂത്രശാലി എന്ന് പറഞ്ഞ സൂത്രതന്ത്രശാലി ഗുരുവായൂരപ്പൻ എങ്ങനെ കാര്യങ്ങൾ ആളുടെ രീതിയിൽ നടത്താന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു മെടുക്കൻ. കൗരവര് ആവുന്ന പണി 18 നോക്കിയ ശകുനിയാണെങ്കിൽ 24 മണിക്കൂറും തല പോയിച്ച് ആലോചിക്കുന്ന കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ടാണ് ഭഗവാൻ അട്ടിമറിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ ബലരാമസ്വാമി അടുത്ത് പറയാ, എന്ത് ചെയ്യാനല്ലേ, വലിയ നാണക്കേടായി
ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനി എന്താ ചെയ്തത്? കൂടുതൽ നാണക്കേടാവുന്നതിന് മുമ്പേ രണ്ടുപേരെയും പിടിച്ച് കല്യാണം കഴിപ്പിക്കുക. അതെ, അർജുനന് സത്യം പറഞ്ഞ നല്ല പേടിയുണ്ടായിരുന്നു ബലരാമസ്വാമിയെ സുഭദ്രാദേവിക്കും. അത് പറയും, ഭഗവാനെ ബലരാമസ്വാമി കലപ്പെടുത്ത് അടിച്ചാൽ എനിക്ക് എന്റെ ചേട്ടനെ അറിയാം, നന്നായിട്ട് അറിയാം ചേട്ടൻ എവിടം വരെ പോകും. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, ആള് ചേട്ടനായാലും ശരി അനിയനായാലും ശരി സഹോദരന് പണി കിട്ടുന്നത്. ബലരാമസ്വാമി വിചാരിച്ചാണ് ലക്ഷ്മണനായിട്ട് വന്നപ്പോഴേ ഇത്രയും ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല. ഹരേ കൃഷ്ണ, നാരായണ നാരായണ. ഇനി ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ദുര്യോധനുമായിട്ടുള്ള യുദ്ധം. അന്നേരം ബലരാമസ്വാമി തീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭഗവാന് വേണമെങ്കിൽ ബലരാമസ്വാമി അറിയിക്കാതിരിക്കാം. ഇനി ഭഗവാന് പറ്റിയ ഒരാളുണ്ട്, നാരദ മഹർഷി. എല്ലാത്തിനും കൂട്ടിക്കും, എല്ലാ ആസൂത്രണങ്ങളിലും കൂട്ടിക്കും. കംസനെ എരിയേറ്റാനും എല്ലായിടത്തും പണി കൊടുക്കാൻ, ഭഗവാന് വേണ്ടി പണി കൊടുക്കാനുള്ള ആളാണ് നാരദ മഹർഷി. അപ്പൊ നാരദ മഹർഷി നേരത്തെ പറഞ്ഞിട്ട് ബലരാമസ്വാമി വിളിച്ചോണ്ട് വരണം, എന്റെ ചേട്ടനെ വിളിച്ചോണ്ട് വരണം, ദുര്യോധന ഇവരുമായിട്ടുള്ള യുദ്ധമാണ്. എന്തെന്ന് വെച്ചാ ഇനി യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ബലരാമസ്വാമി ഇത് അറിഞ്ഞു കഴിഞ്ഞാ എപ്പോഴാ കലപ്പയും കൊണ്ട് ഭീമന്റെ തലക്കിട്ട് അടിക്കുന്നതെന്ന് പറയാൻ പറ്റത്ത. അതുകൊണ്ട് ആളുടെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാം നടന്നു കഴിഞ്ഞാൽ അവിടെ തീരുമല്ലോ പ്രശ്നം. അതാണ് നാരദ മഹർഷി എന്നിട്ട് നേരത്തെ പറഞ്ഞു. എന്നിട്ട് ഇവര് തമ്മിലുള്ള യുദ്ധത്തിന് റെഫറി ആയിട്ട് നിൽക്കുന്നതും ബലരാമസ്വാമിയാണ്. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അയ്യോ നാരായണ, ജഗജില്ലി എന്ന് പറഞ്ഞ അത് ഗുരുവായൂരപ്പൻ ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം ചെയ്യുന്നില്ല. എല്ലാ ലൂപ്പ് ഹോൾസും അടച്ച് എല്ലാം. നാരായണ, എന്തു പറയണ്ടേ, അമേസിംഗ് ആണ്. ഗുരുവായൂരപ്പനെ പോലെ ഒരു തന്ത്രശാലി, സൂത്രശാലി. ഹരേ കൃഷ്ണ. രാമൻ എന്ന് പറഞ്ഞ ആർക്ക് വേണമെങ്കിലും വന്ന് പറ്റിച്ചിട്ട് പോകാൻ പറ്റും, അത്രയും നിഷ്കളങ്കനാണ് ഗുരുവായൂരപ്പൻ. ഇതേ രാമൻ ഗുരുവായൂരപ്പനായി കഴിഞ്ഞാൽ പറ്റിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ ആളുടെ എല്ലാം നഷ്ടവും. അയ്യോ നാരായണ, ശ്രീ ഗുരു പവനപുരാധീശൻ കി ജയ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്നിട്ട് ഞാൻ അടുത്ത പറഞ്ഞില്ലേ, എപ്പോഴും ഞാൻ ഭക്തരോട് പറയാ, രാമൻ ഭഗവാൻ ധർമ്മത്തിന് വേണ്ടി പ്രാണന് തുല്യം സ്നേഹിക്കുന്ന അവരെ പോലും ഉപേക്ഷിക്കും. അങ്ങനെയാണ് ഭഗവാൻ. ധർമ്മത്തിന് വേണ്ടി പ്രാണന് തുല്യം സ്നേഹിക്കുന്ന എല്ലാവരെയും ഉപേക്ഷിക്കും. പക്ഷെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ പ്രാണന് തുല്യം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏത് അധർമ്മവും ചെയ്യുന്നുള്ളു, ഏത് അധർമ്മവും ചെയ്യും. രാമൻ എന്ത് ചെയ്യും? ധർമ്മത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരെ പോലും ഉപേക്ഷിക്കും. അതിൽ രാമന് നല്ല വിഷമമുണ്ട്. പക്ഷെ എന്നാലും രാമൻ ധർമ്മത്തിനാണ് ഏറ്റവും വാല്യൂ നൽകുന്നത്. അതാണ് മര്യാദ പുരുഷോത്തം. ഗുരുവായൂരപ്പനോ പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി ധർമ്മത്തെ അധർമ്മമാക്കും, അധർമ്മത്തെ ധർമ്മമാക്കും. ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ നിയമങ്ങളും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം. രാമൻ നിയമത്തിനനുസരിച്ച് സഞ്ചരിക്കും, ഭഗവാൻ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കും ഭക്തർക്ക് വേണ്ടി. ഉടുപ്പിയില് ഭഗവാൻ കിഴക്കോട്ടായിരുന്നു ദർശനം.
പിന്നെ കനകദാസന് വേണ്ടി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഇനി മുതൽ എല്ലാവരും എന്നെ പടിഞ്ഞാറോട്ട് നോക്കി ദർശനം എടുത്താൽ മതി. പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് ഇനി കണ്ടാൽ മതി. എല്ലാ നിയമവ്യവസ്ഥകളെയും ഭഗവാൻ പുതിയതായിട്ട് റെഡിയാക്കും ഭക്തർക്ക് വേണ്ടി. പത്മനാഭോ അമരപ്രഭു എന്ന് പറയുന്നതിന് പകരം പൂന്താനം എങ്ങനെ ഉച്ചരിക്കുന്ന പത്മനാഭോ മരപ്രഭു എന്ന് പറഞ്ഞു. മേൽപ്പത്തൂർ എന്തുവാ വ്യാകരണത്തിന്റെ ഇതനുസരിച്ച് നിയമ നിബന്ധന അനുസരിച്ച് എന്താണോ ഇങ്ങനെ പറയുന്നത് പറയുമ്പോൾ ഭാഗത്തെന്ത് പറയുക, എന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞ ഞാൻ എന്തോ മരങ്ങളുടെ പ്രഭു അല്ലേ? ഹരേ കൃഷ്ണ. അതിൽ വേറൊരു അർത്ഥമുണ്ട്. മരപ്രഭു എന്ന് അർത്ഥമല്ല, പത്മനാഭോ അമരപ്രഭു, അമരന്മാരുടെ പ്രഭു, അതായത് ദേവന്മാരുടെ. അന്നേരം ഇവിടെ മരപ്രഭു എന്ന് പറയുമ്പോൾ മൃത്യുള്ളവരുടെ പ്രഭു, അന്നേരം മരിക്കുന്നവരുടെയും പ്രഭു ഞാനല്ലേ? പല അർത്ഥങ്ങളുമുണ്ട്. അതുകൊണ്ട് വാക്കുകൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഗുരുവായൂരപ്പനെ പിടിക്കാൻ പറ്റത്തില്ല. ഹീസ് സിംപ്ലി ഇംപോസിബിൾ. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ സങ്കല്പങ്ങൾക്ക്, നമ്മുടെ വാക്കുകൾക്ക് എങ്കും ആ തൃപ്പാദങ്ങളുടെ ഒരു അറ്റത്ത് പോലും എത്താൻ പറ്റത്തില്ല. അദ്ദേഹം നമ്മുടെ കപ്പാസിറ്റിക്ക് എത്രയോ 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 ആലോചിച്ചു. അതായത് നമ്മൾ ഇനി മുന്നോട്ട് നമ്മുടെ ചർച്ചകൾ എങ്ങനെയായിരിക്കും എന്നറിയാം. ബൽറാം ജയന്തിക്ക് ഒരു ദിവസം മുമ്പേ വരെ രാമായണം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ബൽറാം ജയന്തി മുതൽ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം, ഗുരുവായൂരപ്പൻ്റെ ലീലകൾ നന്നായിരിക്കില്ലേ? ജന്മാഷ്ടമി വരെ, ജന്മാഷ്ടമി മുതൽ രാധാഷ്ടമി വരെ രാധാറാണിയുടെ ലീലകൾ നന്നായിരിക്കില്ലേ? അതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ രാമായണം കണ്ടിന്യൂ ചെയ്യും, രാമായണം കംപ്ലീറ്റ് ചെയ്യും. ഭഗവാൻ അനുഗ്രഹിച്ച മഹാഭാരതം ബുക്ക് പോലെ ഒരു രാമായണ ബുക്കും രാമൻ അനുവദിക്കുകയാണെങ്കിൽ നടക്കട്ടെ, അല്ലേ? അതുകൊണ്ട് നമുക്ക് തിരക്കൊന്നുമില്ല. കർക്കിടക മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ രാമായണം തീർക്കണമെന്നില്ല. കാരണം നമ്മൾ രാമായണം പഠിക്കാൻ ഉറച്ച തീരുമാനത്തിലിരിക്കുകയാണ്, അല്ലേ? അന്നേരം എപ്പോഴാണോ ഭഗവാൻ അനുവദിക്കുന്നത് രാമായണം കംപ്ലീറ്റ് ആവട്ടെ, അല്ലേ? എന്നിട്ട് അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മുടെ സത്സംഗത്തിലേക്ക് കിടക്കാം. വേറെ എന്താണ്? വേറെ ഒന്നുമില്ലല്ലോ, അല്ലേ? അന്നേരം രാമൻ്റെ ലീലകൾ അതിമധുരമാണ്, ഭഗവാന്റെ ലീലകൾ കുറച്ചുകൂടി മധുരം കൂടും, അല്ലേ? അന്നേരം ബാക്കി സത്സംഗം ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ 7 മണിക്ക് ചർച്ച ചെയ്യാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് കീർത്തനമാണ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം? മന്മേ രാമ ബസാലെ നമ്മൾ കേട്ടു. ഇനി ഏതാ? राघव राम श्री रघुराम सीताभिराम सीताभिराम രാജാധിരാജനായിരേഴു ലോകവും വാഴുന്ന രാമ രാമ വില്ലുമമ്പും കൈകളിലേന്തിയ വീരാളി വീരനല്ലേ. ആദ്യം നമുക്ക് മംഗളം പാടാം. അഥവാ ഞാൻ മറക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം. എല്ലാ ദിവസവും രാമായണത്തിന് ശേഷം, കാരണം ഈ മംഗളം കേൾക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഹരേ കൃഷ്ണ. മംഗളം കൗശലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ
ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം. വേദവേദാന്തവേദ്യായ മേഘശ്യാമലമൂർത്തേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. വിശ്വാമിത്രാന്തരാംഗായ മിഥിലാനഗരീപതേ ഭാഗ്യാനാം പരിപാകായ ഭവ്യരൂപായ മംഗളം. പിതൃഭക്തായ സതതം ഭ്രാതൃഭീ സഹ സീതയാ നന്ദിതാഖിലലോകായ രാമഭദ്രായ മംഗളം. ത്രിക്താസകേതവാസായ ചിത്രകൂടവിഹാരിണേ സേവ്യായ സർവയമിനാം ധീരോദയായ മംഗളം. സൗമിത്രീണ ച ജാനക്യാ ചാപബാണസിദ്ധാരിണേ സംസേവ്യാ സദാ ഭക്ത്യാ സ്വാമിനേ മമ മംഗളം. ദണ്ഡകാരണ്യവാസായ ഖരദൂഷണശത്രവേ ഘൃതരാജായ ഭക്തായ മുക്തിദായാസ്തു മംഗളം. സാദരം ശബരീദത്തഫലമൂലാഭിലാഷിനെ സൗലഭ്യപരിപൂർണായ സത്തവേദാദ്രിക്തായ മംഗളം. ഹനുമത്സമവേതായ ഹരിഷാഭീഷ്ടദായിനെ ബാലിപ്രമദാനയാസ്തു മഹാധീരായ മംഗളം. ശ്രീമതേ രഘുവീരായ സേതുലംഘിതസിന്ധവേ ജിതരാക്ഷസരാജായ രണധീരായ മംഗളം. വിഭീഷണകൃതേ പ്രീത്യാ ലങ്കാഭീഷ്ടപ്രദായിനെ സർവലോകശരണ്യായ ശ്രീരാഘവായ രാഘവായ മംഗളം. അസാധ്യനഗരീം ദിവ്യാമഭിഷിക്തായ സീതയാ രാജാധിരാജായ രാമഭദ്രായ മംഗളം. ബ്രഹ്മാദിദേവസേവ്യായ ബ്രഹ്മണ്യായ മഹാത്മനെ ജാനകീ പ്രാണനാഥായ രഘുനാഥായ മംഗളം. ശ്രീ സൗമ്യജാമാവൃതമുനെ കൃപയാസ്മാനുപേയുഷേ മഹദേ മമ നാഥായ രഘുനാഥായ മംഗളം. മംഗളാശാസനപരേന്മദാചാര്യ പുരോഗമേ സർവൈശ്ച പൂർവൈരാചാര്യ സത്കൃതായാസ്തു മംഗളം. രമ്യജാമാമൃതമുനിനാ മംഗളാശാസനം കൃതം ത്രൈലോക്യാധിപതി ശ്രീപാൻ करोतु मंगलम सदा. श्री रामचंद्र भगवान की जय. सीता मैया की जय. लक्ष्मण भरत शत्रुघ्न स्वामी की जय. हनुमत स्वामी की जय. ആനന്ദരാമ ആതങ്കനാശാലോകാഭിരാമ ലോകാഭിരാമ ജീവിതയാഗത്തിൽ രക്ഷ ചെയ്യാൻ ഞാൻ വിളിക്കുന്നു രാമ രാമ. വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലായി വീരനല്ലേ കല്ലായിരുന്നൊരു ഹരിക്ക് മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. കോമള രാമ ശ്യാമള രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ. ഇന്നും അയോധ്യ പോലെന്തിട നെഞ്ചിൽ വാഴണേ രാമ രാമ. വില്ലുമപ്പും കൈകളിലേന്തിയ വില്ലായി വീരനല്ലേ കല്ലായിരുന്നൊരു ഹരിക്ക് മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. കാരുണ്യ രാമ കാര്യങ്ങൾക്കെന്തിനും കാരണമായ രാമ കാരണമായ രാമ. കൗസല്യ ബാലക കൈവല്യദായക കാക്കണേ രാമ രാമ. വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലായി വീരനല്ലേ കല്ലായിരുന്നൊരു ഹരിക്ക് മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. ദേവാദിരാമ വേദാന്ത രാമ ദേവാ ശ്രീരാമ ദേവാ ശ്രീരാമ. ദാശരഥിയായി ഉലകം മുഴുവനും നേരുന്ന രാമ രാമ. വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലായി വീരനല്ലേ കല്ലായിരുന്നൊരു ഹരിക്ക് മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. ഭക്ത ഹനുമാൻ നിത്യം ഭജിക്കും കീർത്തിമാനായ രാമ കീർത്തിമാനായ രാമ. പ്രാർത്ഥന കേട്ട് വിളിപ്പുറത്തെത്തനെ പാഹിമാം രാമ രാമ. വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലായി വീരനല്ലേ കല്ലായിരുന്നൊരു
ജാനകി വല്ലഭനെ കാണുവോർ കണ്ണിനു തേനമൃദൂട്ടുന്ന സുന്ദര രാമ രാമ എല്ലും മങ്കും കൈകളിലേന്തിയ വില്ലാളി വീരനടേ ശ്രീരാമനല്ലേ ശ്രീപതി രാമ ശ്രീവരരാമ ശ്രീനാഥ രാമ ശ്രീനാഥ രാമ തുഞ്ചൻ പറമ്പിലെ പഞ്ചവർണ്ണത്തിൽ പാടുന്നു രാമ രാമ വില്ലും നമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനടേ കല്ലായിരുന്നു ദഹനത്തെ നാശമൊരുത്ത ശ്രീരാമനല്ലേ ഹരേ കൃഷ്ണ. ജയ ശ്രീറാം. ഇനി നമ്മൾ വൈകുന്നേരത്ത് 7 മണിക്ക് കാണാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ ശ്രീറാം.